നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെങ്ങാനും നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ നാശമാ ഫലം. ദിവസം കാർത്തിയും മൈഥിലിയും ഒരേ ബെഡ്റൂമിൽ കഴിയട്ടെ എന്ന് പറഞ്ഞതും ഇതേ തിരുമേനിയല്ലേ? അതെ, മാലതിക്ക് എന്താ ഈ കാര്യത്തിൽ ഇത്ര വാശി? ഞങ്ങളറിയാതെ ഏതോ കൂട്ടുകച്ചവടത്തില് മാലതിക്ക് ഷെയർ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. സാവിത്രിജി മര്യാദയോട് പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യോടി? മതി, നിർത്താൻ. ചെമ്പകമംഗലത്ത് ജനാർദ്ദന കൈമളിന്റെ മുമ്പിൽ വെച്ച നിങ്ങളുടെ ഈ പെരുമാറ്റം ഒന്ന് ഓർത്തു വേണം. ചോറൂണിനെ പറ്റിയുള്ള തീരുമാനം ഞാൻ പറയും. അതങ്ങ് രണ്ടുപേരും അനുസരിച്ചാ മതി. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ മൈഥിലി എന്നു പോയോ അന്നേ അവൾ അമ്മയല്ലാതായി മാറി. ഈ കുടുംബത്തെയും കാർത്തിമോനെയും ചതിച്ചിട്ടും അവള് തിരികെ വന്നപ്പോ അഭയം കൊടുത്തവരാ ചെമ്പകമംഗലത്തുകാര്. അവൾ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തെങ്കിൽ അത് അവളുടെ വിധി. കുഞ്ഞിന്റെ ചോറൂണ് ഇന്ന് തന്നെ നടത്തണം. ഈ തറവാടിന്റെ ഐശ്വര്യമായ ഉടവാളിനെ നമസ്കരിച്ച് എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങണം. ഇതാ എന്റെ തീരുമാനം. ശരിയമ്മേ. ഇവർക്കെല്ലാം ആ ഉടവാള് അടുത്ത് കാണാനുള്ള ഭാഗ്യമുണ്ട്. എനിക്ക് മാത്രം അതില്ലാത്ത എന്താ? കോടാനുകോടി വില വരുന്ന വാള. എന്തായാലും ഇന്ന് ഞാൻ അത് കാണും. മീനാക്ഷി, മുത്തശ്ശി, അറയുടെ നേരെ നിന്ന് പരദേവതമാരെ പ്രാർത്ഥിച്ച ശേഷം പോയി താക്കോലെടുത്തോണ്ട് വരാം. ഉത്സവ സമയത്തല്ലാതെ ഈ തറവാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ആ വാള് കാണാനുള്ള ദർശനഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കില്ല. ഞാനത് ഒളിച്ചു കാണാൻ ശ്രമിച്ചതിന് എന്നോട് ക്ഷമിക്കണേ പരദേവങ്ങളെ. മുറിയുടെ താക്കോൽ എവിടെയാണ് ഇവള് വെക്കുന്നെന്നുള്ളത് ഇന്ന് കണ്ടെത്തണം. കോടികളെ കിട്ടിയാ എനിക്ക് കഴിക്കൊന്നുമില്ലല്ലോ. ഇവളേക്കാൾ ആ വാളിനുള്ള അവകാശികൾ എന്റെ മക്കള് തന്നെയാ. കഷ്ടായല്ലോ, അവൾ ആ വാതിലകത്തുനിന്ന് പൂട്ടി. മുത്തശ്ശി,
മാലത എന്താ മാറി നിൽക്കുന്ന? എല്ലാവരും ഇടവാളിനെ നമസ്കരിക്കണം. ഇങ്ങി അടുത്ത് വാ. ഞാനേ അറ തുറക്കാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ചോണം. പരദേവതമാരുടെ അനുഗ്രഹം വേണം. ആന കുത്തിയാ പോലും തുറക്കാൻ പറ്റാത്ത ഈ പൂട്ട് ഈ കൊച്ചു താക്കോല് കൊണ്ടേ തുറക്കാനാവും. ഇതെങ്ങാനും നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ നാശമാ ഫലം. എല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.